നിറമുള്ളവരെയും ഇല്ലാത്തവരെയും ദരിദ്രരെയും സമ്പന്നരെയും എല്ലാ വിവേചനങ്ങൾക്കും അതീതമായി ഉൾക്കൊള്ളുന്നതിനുള്ള വിശാലതയാണ് നമുക്ക് ദേശീയത. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ ഇന്ത്യക്കാർ അടിമത്തത്തിന്റെ ഇരകളാകാതെ ജീവിക്കാനുള്ള അവകാശം നേടിയിട്ട് ഇന്നേക്ക് 79 ആണ്ട് തികയുമ്പോൾ ജില്ലയിലും സ്വാതന്ത്ര്യദിനം പ്രൗഢമാക്കുകയാണ്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിലേക്ക്. അടിമത്തവും പാരതന്ത്ര്യവും മരണത്തെക്കാൾ ഭീതി ജനിപ്പിക്കുന്നതാണ്. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നതാണ് ഏതൊരു പൗരന്റെയും അടിസ്ഥാന അവകാശം. ഇന്ത്യ രാജ്യത്തിലെ എല്ലാ പൗരരും അടിമത്തത്തിന്റെ ഇരകളാവാതെ ജീവിക്കാനുള്ള അവകാശം നേടിയിട്ട് ഇന്നേക്ക് 79 ആണ്ട് തികയുകയാണ്. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണയുമ്പോൾ ഇന്ത്യ ജനത ഒന്നടങ്കം ഉത്സവമായി തന്നെയാണ് സ്വാതന്ത്ര്യദിനത്തെ സ്വാഗതം ചെയ്യുന്നത്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയതോടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജില്ലയിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ പ്രൗഢമായി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പതാക ഉയർത്തലും പ്രഭാതഭേരിയും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ ഭാഗമായി കളക്ട്രേറ്റിലെ യുദ്ധസ്മാരകത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പുഷ്പചക്രം അർപ്പിച്ചു. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡും ശ്രദ്ധേയമായി. വിവിധ സ്കൂളുകളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡന്റ് പോലീസ്, JRC, ബാൻഡ് ടീം തുടങ്ങി 100 കണക്കിന് വിദ്യാർത്ഥികളും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 1000ഓളം ആളുകൾ പരേഡിന്റെ ഭാഗമായി. ജില്ലാ കളക്ടർ VR വിനോദ് സല്യൂട്ട് സ്വീകരിച്ചു. മന്ത്രി കെ രാജൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഹലോ തുടർന്ന് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ദേശീയ പതാക ഉയർത്തുന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതും ജനജീവിതത്തിന്റെ സർവ്വതലങ്ങളെയും സ്പർശിക്കുന്നതുമായ ഒരു ബൃഹത് ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ പാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സഹിഷ്ണുതയും പരസ്പരാശ്രിതത്വവും നമ്മുടെ പ്രത്യേകതകളാണ്. ഭാഷയുടെ കാര്യം തന്നെ എടുത്താൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് അംഗീകൃതവും അല്ലാത്തതും ലിപികളുള്ളതും ഇല്ലാത്തതും പ്രാദേശികമായി ഉപയോഗിക്കുന്നതുമായ 19,500ഓളം ഭാഷകൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉപയോഗത്തിലുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, പഞ്ചാബി, ബംഗാളി, ഉറുദു, ഹിന്ദി, സംസ്കൃതം, മണിപ്പൂരി, കാശ്മീരി, കൊങ്കിണി, ആസാമീസ്, മൈഥിലി, മറാത്തി, സന്തോളി, സിന്ധി, നേപ്പാളി, ഒഡിയ, ദോഗ്രി, ഗുജറാത്തി, ബോഡോ എന്നീ ഭാഷകളിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 22 ഭാഷകളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശികമായി ഉപയോഗത്തിലിരിക്കുന്ന മറ്റു ഭാഷകൾക്കും തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത്. ഭാഷകളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഷ ഏത് സംസ്കാരത്തെയാണോ പ്രതിഫലിപ്പിക്കുന്നത് ആ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ ഭാഷകളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആശയവിനിമയത്തിനുള്ള മാധ്യമം എന്ന നിലയിൽ മാത്രമല്ല കേവലം ഭാഷകളുടെ പ്രസക്തി. അവ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ അടയാളങ്ങളുമാണ്.
ഭാഷകളുടെ വൈവിധ്യമാണ് ഇന്ത്യൻ സൗന്ദര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തിനുള്ള മറ്റൊരു പ്രധാന കാരണം നമ്മുടെ പവിത്രമായ ദേശീയതയാണ്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണത്. ചിലർക്കെങ്കിലും അത് മതബദ്ധമായ ഒരു ഭൂപ്രദേശത്തെ പ്രതിദാനം ചെയ്യുന്നുവെന്ന അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്നത് കേവലം ഒരു വാക്കല്ല, നൂറ്റാണ്ടുകളായി നാം തേച്ചു മിനുക്കിയെടുത്ത നമ്മുടെ അസ്തിത്വമാണത്. ഇന്ത്യ എന്ന അസ്തിത്വം, ആ അസ്തിത്വത്തിൻ്റെ കാതൽ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ്. മതമുള്ളവരെയും മതമില്ലാത്തവരെയും, നിറമുള്ളവരെയും ഇല്ലാത്തവരെയും, ദരിദ്രരെയും സമ്പന്നരെയും എല്ലാ വിവേചനങ്ങൾക്കും അതീതമായി ഉൾക്കൊള്ളുന്നതിനുള്ള വിശാലതയാണ് നമുക്ക് ദേശീയത. സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ബ്രിട്ടീഷ് അടിച്ചമർത്തലിന് നേരെ പോരാടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആയിരക്കണക്കിന് വീരനായകർ നമുക്ക് നേടിത്തന്ന ഈ രാജ്യത്തെയും സ്വാതന്ത്ര്യത്തെയും അവർ കൊളുത്തിയ ഓരോ തീജ്വാലയും കെടാതെ സൂക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ ജനതയുടെയും കടമയാണ്. ചാനൽ 10 മലപ്പുറം. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.